സാധാരണയായി സ്വയം പുകഴ്ത്തുന്ന ഒരു സൺഡേ സ്കൂൾ അധ്യാപകൻ ഒരിക്കൽ തൻ്റെ കുട്ടികളോട് ചോദിച്ചു, ഡു യു നോ വൈ പീപ്പിൾ കോൾ മീ എ ക്രിസ്ത്യൻ? നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ടാണ് എന്നെ മറ്റുള്ളവർ ഒരു ക്രിസ്ത്യാനി എന്ന് വിളിക്കുന്നത്? അല്പനിമിഷത്തെ മൗനത്തിന് ശേഷം ഒരു കുട്ടി ഇങ്ങനെ മറുപടി പറഞ്ഞു, മേ ബി ബിക്കോസ് ദേ ഡോണ്ട് നോ യു യെറ്റ്. ചിലപ്പോൾ അവർ നിന്നെ ഇതുവരെ ആയിട്ടും അറിയാത്തത് കൊണ്ടായിരിക്കാം. ഇതൊരു വാസ്തവമായ കാര്യം തന്നെയല്ലേ? മറ്റുള്ളവർ നമ്മെ ശരിക്ക് അറിയാത്തത് കൊണ്ടല്ലേ അവർ ഇപ്പോഴും നാം നല്ലവരെന്നും ആത്മീയ ഭാഷയിൽ പറഞ്ഞാൽ ഭക്തരെന്നും വിശുദ്ധരെന്നുമൊക്കെ വിളിക്കുന്നത്? കപടതകളുടെ മൂടുപടം നമുക്കുള്ളത് കൊണ്ടല്ലേ നാം നല്ല പിള്ള ചമഞ്ഞ് നടക്കുന്നത്? ഇസ്രായേൽ ജനവും പലപ്പോഴും നമ്മിൽ പലരെ പോലെ ആയിരുന്നു. അവരുടെ പ്രവൃത്തിയും വിശ്വാസവും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാത്ത നിലയിലായിരുന്നു അവർ ജീവിച്ചിരുന്നത്. ഒരിക്കൽ പ്രവാചകനായ ആമോസിന് കർത്താവ് ഒരു ദർശനം കാണിക്കുകയുണ്ടായി. ആമോസിന്റെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. യഹോവയായ കർത്താവ് എനിക്കൊരു കുട്ട പഴുത്ത പഴം കാണിച്ചു തന്നു. ആമോസേ, നീ എന്ത് കാണുന്നു എന്നവൻ ചോദിച്ചതിന്, ഒരു കുട്ട പഴുത്ത പഴം എന്ന് ഞാൻ പറഞ്ഞു. യഹോവ എന്നോട് അരുളി ചെയ്തത്, എൻ്റെ ജനമായ ഇസ്രായേലിന് പഴുപ്പ് വന്നിരിക്കുന്നു, ഞാനിനി അവരെ ശിക്ഷിക്കാതെ വിടുകയില്ല. സാധാരണ ഒരു കുട്ട പഴുത്ത പഴം നാം കണ്ടാൽ അതൊരു അനുഗ്രഹത്തിൻ്റെയും ദൈവിക വാഗ്ദത്തങ്ങളുടെയും നല്ല നാളുകളുടെയും ഒക്കെ പര്യായമായി നാം ചിന്തിക്കുകയും ചിത്രീകരിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ വാസ്തവമായി പ്രവാചകനായ ആമോസ് ഇപ്പോൾ കണ്ട പഴുത്ത പഴം ഇസ്രായേൽ ജനം ശിക്ഷയ്ക്ക് അർഹനായിരിക്കുന്നു എന്നതിനെ കാണിക്കുന്നതായിരുന്നു. മനുഷ്യർ നമ്മിൽ പലരെയും കാണുമ്പോൾ നല്ല വ്യക്തിയായി അനുഗ്രഹങ്ങൾ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന വ്യക്തികളായി കാണുമ്പോൾ നമ്മിൽ പഴുപ്പ് വന്നിരിക്കുന്ന ദുരവസ്ഥ ദൈവം മാത്രം കണ്ടിരിക്കുന്നു. തിരുവചനം ഇങ്ങനെ പറയുന്നു, ശമൂവേലിന്റെ 1-ാം പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു. യൂദായുടെ ലേഖനം 4-ാം വാക്യം ഇങ്ങനെ, നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കുന്നവർ നുഴഞ്ഞു വന്നിരിക്കുന്നു. നോക്കുക, പുറമേ ദൈവകൃപയുടെ ചട്ടക്കൂട്ടുകൾ, എന്നാൽ അകമയോ ദുഷ്കാമവൃത്തി. യൂദാ അപ്പോസ്തലൻ തുടർന്ന് പറയുന്നത്, ഇവരുടെ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. നാം നമ്മെ തന്നെ കണ്ടുണരുന്നില്ല എങ്കിൽ നമ്മിലെ പഴുപ്പ് ഒടുവിൽ മാരകമായ അവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുമെന്നതിന് 2 പക്ഷമില്ല. യേശു എന്ന വൈദ്യൻ്റെ അടുക്കൽ കടന്നു വന്ന് നമ്മിലെ പഴുപ്പുകളെയൊക്കെ ഞെക്കി കഴുകി ഒരു ആത്മസൗഖ്യം തരേണമേ എന്ന നിലവിളിയാണ് അടിയന്തരമായി ഇത്തരണത്തിൽ നാം ചെയ്യേണ്ടിയത്. Have a blessed day.